നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പാവം പിടിച്ച അടുക്കളക്കാരി അമ്മയുടെ മോളാ ഞാൻ. സത്യമ്മയുടെ ഭാഷയില് അഷ്ടിക്ക് വകയില്ലാത്ത അലവലാതെ കൂട്ടങ്ങള്. മോളെ, എന്തൊക്കെയാ നീ പറയുന്നേ? പറഞ്ഞു പോകുന്നതാണമ്മ. എനിക്കങ്ങോട്ട് കേറാവോ? വീട്ടിൽ വരുന്നവരെ പുറത്തു നിർത്തി സംസാരിക്കുന്ന ശീലം ഈ വീട്ടിലുള്ളവർക്കില്ല സത്യമ്മേ. സത്യമ്മ കയറി വരൂ. സത്യമേ ഇരിക്കേ. ആ ശാന്ത, ചായ എടുക്ക. ശാരദാമ്മ, കാര്യങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാലോ. എന്നിൽ നിന്നും ശാരദാമ്മയ്ക്കും കുടുംബത്തിനും നല്ലതൊന്നും ലഭിച്ചിട്ടില്ലെന്നും കുറെ അധികം മോശ അനുഭവങ്ങൾ ഞാനായിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. അതെല്ലാം സാഹചര്യം. പക്ഷേ എല്ലാത്തിനും ശിക്ഷ അതിപ്പോ അനുഭവിക്കുന്നത് എന്റെ മകനാ. അവനങ്ങനെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് ജയിലിൽ കിടക്കേണ്ടവനല്ല. എനിക്കവനെ പുറത്തു കൊണ്ടുവരണം. തെറ്റാര് ചെയ്താലും അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഒരാളല്ല സത്യമേ. അനുഭവിക്കുന്ന ആളെക്കാൾ കൂടുതൽ അയാൾക്ക് ചുറ്റും നിൽക്കുന്നവരാ. അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരും അനുഭവിക്കണം. ഈ വീട്ടിലുള്ളവരെല്ലാം ആ ഒരു വേദനയില്ല. നഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്റെ മോളെ തന്നെയല്ലേ. അക്കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. എനിക്ക് ശാലിനി ഒന്ന് കാണണമായിരുന്നു. സത്യമ്മ തെറ്റിദ്ധരിക്കരുത്. അവള് ശാലിനി തിരക്കി സത്യമ്മ വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം എന്തെങ്കിലും ശിക്ഷാ നടപടിയായിട്ടായിരിക്കും വരവ്. ശാരദാമ്മേ, ഇത് ശിക്ഷിക്കാനൊന്നുമല്ല, രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയാ വന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒളിവും മറവും ഈ സത്യഭാമയ്ക്കില്ല. കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖം നോക്കാതെ പറയും. അപേക്ഷിക്കേണ്ട സ്ഥാനത്ത് മുഖം നോക്കി തന്നെ അപേക്ഷിക്കുകയും ചെയ്യും. ഇപ്പൊ വന്നിരിക്കുന്നതും അങ്ങനെ ഒരു ആവശ്യത്തിന്റെ മുഖമായിട്ട് തന്നെയാ. സത്യമേ, സത്യാമ്മ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശാലിനി സത്യാമ്മയുടെ മരുമോള് തന്നെയാ. കൽപ്പിക്കാനും പറയുന്നത് അക്ഷരം പ്രതി അനുസരിപ്പിക്കാനും കഴിവുള്ള അവളുടെ ഭർത്താവിന്റെ അമ്മ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനോ കൽപ്പിക്കാനോ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു മുഖവരുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ശാലിനിയെ വിളിക്കാം. ശാലിനി. അമ്മേ, ഞാനിവിടെ ഉണ്ട്. മോളിങ്ങി വാ. സത്യാമ്മ നിന്നെ കാണാനാ വന്നിരിക്കുന്നത്. സത്യമേ. ശാലിനി, ഞാൻ നിനക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ദ്രോഹിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും നീ തന്നെയാണ്. സത്യമയ്ക്ക് അതൊന്നും പറയാൻ ഒരു മടിയുമില്ല. പക്ഷേ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്റെ ഒരു സഹായം ചോദിക്കാനാണ്. നിനക്ക് മാത്രമേ അത് ചെയ്തു തരാൻ പറ്റൂ. എന്തിനാ സത്യമേ പരിഹസിക്കുന്നേ? എങ്ങനെയൊക്കെ നോക്കിയാലും ശാരദയും മക്കളും ഹോട്ടൽ പണിക്കാരാ, എച്ചിൽ പാത്രം കഴുകുന്നവരാ. വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ അറിയാത്തവർ. കളക്ടറായെന്ന് വെച്ച് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയാന്നല്ലാതെ
കാൽ കാശിന് പോലും ബോധമില്ലാത്തവരാ. ഇതൊക്കെ ഞങ്ങളെക്കുറിച്ച് സത്യാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാ. എന്നിട്ട് മാ എന്നോട് സഹായം ചോദിക്കാൻ വരുവാന്ന് പറഞ്ഞ ഞങ്ങളെ മനഃപൂർവ്വം പരിഹസിക്കാൻ വരികയാണെന്ന് ഞാൻ പറയും. ശാലിനി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തതൊന്നും മറക്കാനും പൊറുക്കാനും പറയാൻ വന്നതല്ല ഞാൻ. അതൊക്കെ സാഹചര്യം. ഇനിയൊരു പക്ഷേ അതൊന്നും മറക്കാൻ നിനക്ക് കഴിയുന്നും തോന്നുന്നില്ല. പക്ഷേ ഇപ്പോ വിഷ്ണു അതൊരു വേദനയായി ചങ്കിൽ നിൽക്കുക. അതൊന്ന് ഇറക്കി വെക്കാൻ ഇപ്പൊ എന്റെ മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ. സത്യാമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്താ വേണ്ടത്? വിഷ്ണുവിന് ജാമ്യം കിട്ടണം. അതിന് അവൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നില്ല. പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിച്ചു, ഞാനും പറഞ്ഞു. പക്ഷേ അവൻ അനുസരിക്കുന്നില്ല. എനിക്കറിയാം നീ പറഞ്ഞ എന്റെ മകൻ കേൾക്കൂന്ന്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അമ്മ പറയുന്നതിനപ്പുറം നടക്കാത്ത മകൻ എന്നു മുതലാ മാറി നടക്കാൻ തുടങ്ങിയത്? മകന്റെ മുഖം ഒന്ന് കറുത്തപ്പോ, ഒന്ന് അകൽച്ച കാണിച്ചപ്പോ നെഞ്ച് പിടയുന്നുണ്ടല്ലേ? ഇതുപോലെ പിടയുന്ന ഒരുപാട് നാളുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അകൽച്ചയല്ല, അടർത്തി മാറ്റുകയായിരുന്നു എന്നെ വിഷ്ണുവേട്ടനെയും തമ്മിൽ. കണ്ണിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങൾ മുന്നിൽ കണ്ടിട്ട്. മറക്കാനും പൊറുക്കാനും ഒരുപാട് സഹിക്കാനും എന്റെ ജന്മത്തിന് അമാനുഷിക കഴിവൊന്നുമില്ല. ഒരു പാവം പിടിച്ച അടുക്കളക്കാരി അമ്മയുടെ മോളാ ഞാൻ. സത്യമ്മയുടെ ഭാഷയില് അഷ്ടിക്ക് വകയില്ലാത്ത അലവലാതെ കൂട്ടങ്ങള്. മോളെ, എന്തൊക്കെയാ നീ പറയുന്നേ? പറഞ്ഞു പോകുന്നതാണമ്മ. ഉള്ളിലുള്ളതെല്ലാം അറിയാതെ വന്നു പോവാ. മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്താ അമ്മ ചെയ്യ? ശാരദാമ്മേ, അവള് പറയട്ടെ. കേൾക്കാനിപ്പോ ഞാനും ബാധ്യസ്ഥയാണല്ലോ. മകന്റെ രക്ഷയ്ക്കായി ശാലിനിയെ കാണാൻ ആഗ്രഹിച്ചപ്പോഴേ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. അവള് പറയട്ടെ. ശാരദാമ്മേ, സാധിക്കുമെങ്കിൽ ഇവളോട് വിഷ്ണുവിനെ ഒന്ന് കാണാൻ പറയണം. അവനൊപ്പിട്ടാലേ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറ്റൂ. നിങ്ങളുടെ മകൾ ഇത് ചെയ്തു തരുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ശാരദാമ്മേ, ഞാൻ ഇറങ്ങുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.